അല്ലല്ല, അവര് ലോകത്തിലെ ഏറ്റവും, ഞങ്ങൾ പരിശോധിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നാണ്. അവർ ശ്രീലങ്കയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അവർ കൊളംബോ എയർപോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, സിംഗപ്പൂർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്. അവർക്കാണ് ഇവർ കൊടുത്തിരിക്കുന്നത്, നേരിട്ട് MSCക്ക് അല്ല കൊടുത്തിരിക്കുന്നത്. ഇത് ഷെയർ മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ ഒരു സബ്സിഡിയറി കമ്പനിക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവര് പറഞ്ഞിരിക്കുന്നത് ഈ കൊളംബോയിൽ നടക്കുന്ന ബിസിനസ് നന്നായിട്ട് നടക്കുന്നുണ്ട്, സിംഗപ്പൂർ നടക്കുന്ന ബിസിനസ് നടക്കുന്നുണ്ട്. അത് വിഴിഞ്ഞത്തേക്ക് അത് കൂടുതൽ കൊണ്ടുവരാൻ പറ്റും. കാരണം അവർക്ക് എല്ലാ ഷിപ്പിംഗ് കമ്പനികളുടെയും താല്പര്യം എന്ന് പറയുന്നത് ഈ റൂട്ടാണ്. ഇതിന്റെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്രത്യേകതയും ഈ റൂട്ടും ട്രാവൽ ചെയ്യുന്നതിനുള്ള കുറവും മദർഷിപ്പുകൾ അടുക്കാനുള്ള സൗകര്യം ഉൾപ്പെടെയുള്ള കുറെ അഡ്വാൻറ്റേജ് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. അവരുടെ ഷിപ്പ് അടുക്കുന്നതിനെ നമ്മളെങ്ങനെ അവരുടെ ഡംപിംഗ് യാർഡാന്ന് പറയുന്നത്? അവരുടെ ഷിപ്പ് അടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണല്ലോ. ആ ഒരു വർഷം ഞങ്ങളുടെ കാലത്തല്ലല്ലോ, ആ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് 99% ഷിപ്പോ അവരുടെയാണ് അടുത്തിരിക്കുന്നത്, MSC കമ്പനിയുടെയാണ്. ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് MSC കമ്പനിയുടെ ഷിപ്പ് ഇനി അടുക്കാൻ പാടില്ല എന്ന് തീരുമാനം എടുക്കാവോ? നിങ്ങളൊന്ന് ആലോചിക്ക്. നിങ്ങൾ വാർത്ത കൊടുത്തവരൊക്കെ കൂടി ഒന്ന് ആലോചിക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ? ഓഹരി കൈമാറ്റം നടത്തിയെന്ന് വിചാരിച്ചിട്ടാണ് ഇത് മുഴുവൻ ചെയ്തത്. ഏത് ഇല്ല, ഞങ്ങൾ ഗവൺമെന്റ് വന്നതിന് ശേഷം അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ലാൻഡിന് വേണ്ടിയിട്ട് ചെലവാക്കിയിരിക്കുന്ന തുകയാണ് ലാൻഡ്. പിന്നെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ് പിന്നെ 800 ചില്ലാൻ കോടി കൊടുത്തിരിക്കുന്നത്. അത് കേന്ദ്രമാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, നമ്മൾ ചെലവാക്കിയ തുകയാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇതുവരെ ചെലവാക്കിയിരിക്കുന്ന തുക. ഇതിന്റെ അകത്ത് മേജർ ഇതെന്ന് വെച്ചാൽ നമ്മളാണ് ഓണർ. ഞാൻ പറയില്ലേ, ഇതൊരു കൺസെഷൻ എഗ്രിമെന്റാണ്. അവർ ഡെവലപ്മെന്റും ഓപ്പറേഷനും നടത്താനുള്ള കൺസെഷൻ എഗ്രിമെന്റിൽ ഒരു പാർട്ടി മാത്രമാണ്. അവരുടെ ഷെയറാണ്. അതിന്റെ അകത്തുനിന്ന് 49 അവർ വേറൊരു കമ്പനിക്ക് അവർ കൊടുക്കുന്നത്. അത് നമ്മുടെ ഓണർഷിപ്പിനെയോ നമ്മളെ ഒന്നും ബാധിക്കില്ല. അവരുമായിട്ട് നമ്മൾ അദാനി പോർട്ടുമായിട്ടാണ് നമ്മുടെ കൺസെഷൻ എഗ്രിമെന്റ്. ആ അദാനി പോർട്ടിന്റെ ഓണർഷിപ്പില് അവരൊരു 49% അവരുടെ ഷെയർ കൊടുക്കുമെന്നാണ്. അപ്പോഴും അദാനി പോർട്ടിന് തന്നെയാണ് അവരുടെ ഇതിന്റെ അകത്ത് ഏറ്റവും മേജർ 51%. അതായത് ഒറ്റ മറുപടിയല്ല, 29 വകുപ്പുണ്ടായിരുന്നു പിണറായി വിജയന്റെ കയ്യിൽ. 29 വകുപ്പ്. IT വേറെ മന്ത്രിമാരുടെ കയ്യിലായിരുന്നു. എന്തിനാ IT എടുത്തു വെച്ചത്? അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്. IT വ്യവസായ വകുപ്പിന്റെ കൂടെ കൊടുക്കേണ്ട IT എടുത്ത് പിണറായി വിജയൻ കയ്യിൽ വെച്ചത് ഞാൻ ചോദിക്കാനുള്ള ആർക്ക് വേണ്ടിയിട്ടാണെന്ന്. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു IT എടുത്തു വെച്ചത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു വകുപ്പ് എടുക്കരുതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നുവെച്ചാൽ പ്രധാനപ്പെട്ടത്. ഞാനതാണ് ഞങ്ങളുടെ പാർട്ടിയിൽ പറഞ്ഞത്. ഞാൻ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. സാധാരണ മുഖ്യമന്ത്രിമാർ കൈകാര്യം ചെയ്യേണ്ട കുറെ വകുപ്പുകളുണ്ട്, ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും. അതൊഴിച്ച് ആഭ്യന്തരവും വേണ്ട, ഫിനാൻസും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് സമ്മതിച്ചില്ല. ഫിനാൻസ് നിർബന്ധമായി മുഖ്യമന്ത്രി എടുക്കണമെന്ന് പാർട്ടിയാണ് ആവശ്യപ്പെട്ടത്. നിർബന്ധമായി എല്ലാ മന്ത്രിമാരും ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഫിനാൻസ് എടുത്തത്, അല്ലേ? ഞാൻ പോർട്ട് കൊടുത്തു. പോർട്ട് എന്താ എടുക്കാൻ കാര്യം? പോർട്ട് എന്റെ ഡ്രീം പ്രോജക്റ്റാണ്. ഈ സർക്കാരിന്റെ ഏറ്റവും ഡ്രീം പ്രോജക്റ്റ് പോർട്ടാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാവുമ്പോഴാണ് അതിന്റെ കോർഡിനേഷനും മറ്റു കാര്യങ്ങളും ചെയ്യുള്ളൂ. വകുപ്പ് എടുക്കുന്ന അഴിമതിക്ക് വേണ്ടിയിട്ടാണ്. എന്തൊരു വില കുറഞ്ഞ വർത്തമാനമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അദ്ദേഹം ഇരിക്കുന്ന ആ കസേരയ്ക്ക് യോജിക്കാത്ത വർത്തമാനമാണ് ബഹുമാനപ്പെട്ട, എനിക്ക് വിഷമമുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്റെ മറു ചോദ്യമാണ്, ആരുടെയെങ്കിലും നിന്നും കൈനീട്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? അല്ലെ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? എന്റെ മറു ചോദ്യം. അതിന് മറുപടി പറയട്ടെ. IT എന്തിനാ കയ്യിൽ വെച്ചത്? എന്തിനാ IT കയ്യിൽ വെച്ചത് പിണറായി വിജയൻ? നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഞാൻ ഇത്ര പറയുള്ളൂ. ഞാനായതുകൊണ്ട് ഞാൻ അതിന്റെ രണ്ടാമത്തെ റൗണ്ട് ഞാൻ പറയില്ല. ആര്? അവരെ
അവരെ മാത്രമല്ലല്ലോ മാറ്റിയത്, വേറെ ഒരുപാട് ആളുകളെ മാറ്റിയല്ലോ. അവരെ മാത്രം മാറ്റി എന്താ പ്രശ്നം? അവരെല്ലാം ഒരുപാട് നാളുകളായി അവിടെ ഇരിക്കുന്ന പലരെയും മാറ്റി, പല സ്ഥലത്തു നിന്ന് അവരെ അടക്കം മാറ്റി. എന്താ കുഴപ്പം? അതൊന്നും ഞാൻ ഡേ ടു ഡേ കാര്യങ്ങളിൽ നോക്കേണ്ട ആളല്ല. അവരെ ആർക്കൊക്കെ എല്ലാ ഗവൺമെന്റ് HODമാരും ഓരോ സ്ഥലത്തിരിക്കേണ്ട ആ ഗവൺമെന്റ് HODമാര് ആർക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടെന്ന് അന്വേഷിക്കേണ്ട ജോലിയല്ല അത്. ഞാൻ ആ ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വലിയ പത്രസമ്മേളനം ആക്ഷേപമൊക്കെ ഇട്ടു. എന്റെ തിരിച്ചുള്ളൊരു ചോദ്യം കേട്ടോ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ കാര്യം വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ? എന്താ ഇത്ര ഇൻട്രസ്റ്റ്? പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ ഇൻട്രസ്റ്റ് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ? എന്നെ കൊണ്ട് ചോദിപ്പിക്കല്ലേ കേട്ടോ. അത് കൊടുക്കും. സഹായം കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ വീതം അവരുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ചികിത്സ നടത്തും. അവരുടെ മൃതശരീരങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ എത്തിക്കും. അല്ലല്ലോ, നിങ്ങളിതൊക്കെ ആലോചിച്ചോ? ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപം കേട്ട ഒരാളാണ് ഞാൻ എന്താണ് പറഞ്ഞത്? ഗൗരവതരമായി പരിശോധിക്കാതെ, പാരിസ്ഥിതിക ആഘാത പഠനം ഗൗരവമായി നടത്താതെ ഈ പദ്ധതിയുമായി പോകരുത്. എന്താ കാര്യം പറയാൻ കാര്യം? വയനാട് വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്, ഫ്രജൈലാണ് അവിടുത്തെ മണ്ണ്. എന്നെ എന്തുമാത്രം പരിഹാസം ഉണ്ടായിരുന്നു. മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്നെല്ലാം പറഞ്ഞു. മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി. CPM ഹാൻഡിലുകൾ അവരാണ് എന്റെ PR മുഴുവൻ നടത്തിയത്. എനിക്ക് നന്ദിയുണ്ട് അവരോട്. ഞാൻ അന്നും പറഞ്ഞു അവരെയൊന്നും മാറ്റല്ലെന്ന്. കാരണം അവരാണ് എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ നടത്തിയത്. കാരണം ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള 2-3 മാസം സോഷ്യൽ മീഡിയ തുറന്നാൽ എന്നെ മാത്രം, എന്റെ വികൃതമായ രൂപങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും എന്റെ കണ്ണൊക്കെ തളിച്ചിട്ടുള്ളതാണെങ്കിലും എന്റെ പടം മാത്രം ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ എന്നെ CPM അധിക്ഷേപിച്ച വിഷയം തുരങ്കപാത വികസനം തകർക്കാൻ ശ്രമിക്കുന്ന വികസന വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, അതുപോലത്തെ സെൻസിറ്റീവായ ഒരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റേറ്റ് ഒരു പഠനം നടത്തി. ആ പഠനത്തിലെ റിസൾട്ട് എന്താ? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്ന്. രണ്ടാമത് സെൻട്രൽ ഗവൺമെന്റ് വേണ്ടാന്ന് പറഞ്ഞു. വീണ്ടും സംസ്ഥാന ഗവൺമെന്റ് നിർബന്ധിച്ച് അവിടെ നിന്ന് 50ഓളം കർശനമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടിട്ടുള്ളതാണ് ഈ തുരങ്കപാതയുടെ പണി തുടങ്ങിയത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കട്ടെ. ഞാനിപ്പോഴും അങ്ങനെ പറയും, ഗവൺമെന്റിന്റെ ഭാഗമല്ലേ. പക്ഷേ ഈ ഒരു വിഷയത്തിന്റെ പുറത്ത് ഒരുപാട് പരിഹസിക്കപ്പെട്ട, ആക്ഷേപിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ഞാനെന്ന് നിങ്ങളൊക്കെ ഓർക്കുന്നതല്ല. Wayanad landslide is very unfortunate. It has happened. Now the government is going to study in detail, a techno-legal study we are going to study, and we will go for the investigation also what happened in what are the reasons behind the accident. Then second thing is that we will check the construction company is there are some conditions from the Environment Department of the central government, whether they are obeying these conditions or not. We will check it. Then the work is stopped? Yeah, then only the work will start. And as I said yesterday, the Disaster Management Authority chairman മുഖ്യമന്ത്രി VD സതീശന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. വയനാട് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തും. വയനാട് കരാർ കമ്പനി നിർദ്ദേശങ്ങൾ ലംഘിച്ചോ എന്ന് പരിശോധിക്കും. ഒപ്പം അവിടെ മണ്ണിടിഞ്ഞതായുള്ള, അതായത് മണ്ണിടിച്ചിലുണ്ടാവുകയും അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് വലിയ തോതിൽ ഒലിച്ചുപോയി അപകടമുണ്ടായത് എന്ന സൂചനകളുമുണ്ട്. ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്ന് കൂടി ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.